ഫ്രണ്ട്സ്, ഞാനിന്ന് നിൽക്കുന്നത് വളരെ നല്ല ഒരു കൃഷിയുടെ തന്നെ ഒരു സ്ഥലമാണ്. മാവൊക്കെ കുറേ നിൽക്കുന്നുണ്ട്. ഇത് മാന്തോപ്പെന്ന് പറയാം നമുക്ക്, എന്നാൽ എല്ലാം ഇവിടെ ഉണ്ടെന്നാലും ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ ലൈനായിട്ട് 4 മാവും ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. 4ഓ 5ഓ മാവുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ കൃഷിയുടെ പാടങ്ങളും വേറെ കുറേ തോട്ടങ്ങളും എല്ലാം ഇവിടെ ഉള്ളൊരു വീടാണ്. ഇത് വീടും പാടവും ഉള്ളതാണ്. ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ ആയിരുന്നു. ഇപ്പം അവർ അത് കൈമാറിയിട്ട് ഇപ്പം അതിൻ്റെ ഓണർ ഇരിക്കുന്നത് ചെന്നൈയിലാണ്. മക്കളൊക്കെ ഡോക്ടേഴ്സാണ്. എന്നാലും ഇതിലൊക്കെ അവർക്ക് വലിയ താല്പര്യമാണ്. അത് കാരണം ഇവിടെ ആൾ വെച്ചിട്ടാണ് നോക്കുന്നത്. ശോഭന എന്ന അവരിപ്പം നല്ലൊരു കൂട്ടുകാരിയും കൂടെയാണ്. അവർ കുറച്ചൊക്കെ പറഞ്ഞും തരാറുണ്ട്. ഇവിടുത്തെ അവർ വന്നിട്ട് ഈ തോട്ടം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കതും തോന്നിയിരുന്നു. പുതിയ പുതിയ പല വെറൈറ്റികൾ ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. ഈ മെഷീൻ ഇങ്ങനെ ഇത് കൊയ്ത്ത് കഴിഞ്ഞിട്ട് ആ കൊയ്ത്തിൻ്റെ മെഷീനൊക്കെ പോയി. എന്നിട്ട് ഇത് ആ പാടം ഒന്ന് സെറ്റ് ചെയ്യാനാണെന്നാണ് പറയണത്. അപ്പം ഇത് ഈ വലിയ വീലുള്ളത് മെയിനായിട്ട് ഇത്തിരി സ്ട്രോങ് ആയിട്ട് ചെയ്യും. ഇതിൻ്റെ പുറകു വശത്തും ഒരിത് അവരിങ്ങനെ തോണ്ടാനായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ഘടകം അവിടെ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ആ പോർഷനായിട്ടുള്ള ആ മെഷീന് ഇതിൻ്റെ ഈ വശത്ത് എടുക്കുമെന്നാണ് വയ്ക്കുന്ന പറയണത്. അപ്പോൾ ഇവർ ഫോർവേഡും ബാക്ക്വേഡും വണ്ടി പോകും. അങ്ങനെ പോകുമ്പോൾ രണ്ട് രീതിയിലുള്ള വർക്കാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ഇവിടെ കാണും. കഴിഞ്ഞ ദിവസം ഇതൊക്കെ പണ്ട് കാളകൾ ചെയ്തിരുന്നതാണ്. കഴിഞ്ഞ ദിവസം ഇതിലേ ഒരു കാള നല്ല സ്പീഡിൽ 2 വലിയ കാളയൊക്കെ പോകണുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അത് വീട്ടിൻ്റെ ദൂരെ ഇരുന്നാൽ ഞാൻ കണ്ടത്. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എന്ന് നോക്കിയേ, പറിക്കാൻ തോന്നില്ലേ കണ്ണിമാങ്ങ. ഇതിലോ കുറേ നല്ല മാങ്ങ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പുറത്തൊക്കെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് അതവിടെ നെല്ല് ഉണക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഞാൻ അതും നിങ്ങളടുത്ത് വഴിയെ കാണിക്കാം. ദൂരെ മൊത്തം മലനിരകളാണ്. ആ മലനിരകളൊക്കെ ഇപ്പം ഇത്തിരി മഞ്ഞ് മൂടിയിട്ടുണ്ട്. ഇവിടെ ഇത്തിരി മഞ്ഞ് കാലം ആയതുകൊണ്ട് നേരെ കാണുന്നില്ല. ഞാൻ വൈകുന്നേരങ്ങളിൽ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. നമ്മളെ ആട്ടിൻകുട്ടികൾ അങ്ങ് ദൂരോട്ട് പോയിട്ടുണ്ട്. ചെറിയ 4-5 എണ്ണം ഉണ്ട് ഇവിടെ. ഞാൻ നിങ്ങൾക്ക് ബാക്കിയുള്ളതും കാണിച്ചു തരാം. മഞ്ഞാവുമ്പോൾ വേമ്പൊക്കെ ഇങ്ങനെ ആവും. ആര്യവേപ്പിലയുടെ വലിയ മരമാണ് ഈ വൃക്ഷം. കരിയും മഞ്ഞാവുമ്പോൾ. പിന്നെ വേനലാവുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പച്ചിപ്പായിട്ട് വരും. എനിക്ക് ചിലപ്പോൾ കാണുമ്പോൾ അയ്യോ മരം പോയോ എന്നൊക്കെ വിചാരിക്കും. അപ്പോഴേ ഇവിടെ ഉള്ളവർ പറഞ്ഞത് മഞ്ഞിലാവുമ്പോൾ കരിയെന്നാണ്, വേനലാവുമ്പോൾ നന്നായിട്ട് കിളിർത്ത് വരും. ബാക്കി ഞാൻ കാണിക്കാം. നമ്മൾ പണ്ട് ചിന്നത്തമ്പി സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടോ, ഓർക്കുന്നുണ്ടോ? ആണുങ്ങളൊക്കെ എണ്ണ തേച്ചൊക്കെ കുളിക്കുന്നത്. ഇതുപോലെ ഇതിനെ പറയുന്നത് പമ്പ് സെറ്റ് എന്നാണ് പറയുന്നത്. കിണറ്റിൽ നിന്നും വെള്ളം ഇങ്ങനെ കളക്റ്റാവും. ഇതിലിരുന്ന് നമ്മൾ കുളിക്കും. നമ്മൾ ഇന്നത്തെ കാലത്ത് സ്വിമ്മിങ് പൂളൊക്കെയാണ്. ഞങ്ങൾ നാട്ടിൻപുറങ്ങളിലൊക്കെ പോകുമ്പോൾ സ്കൂൾ ഡേയ്സിലൊക്കെ ഈ പമ്പ് സെറ്റ് ഏത് വയലിൽ എപ്പോഴും തുറന്നു വിടുമെന്നൊക്കെ അറിഞ്ഞിട്ട് പോയി കുളിക്കാറുണ്ട്. ഡേഞ്ചറല്ല, നമുക്ക് ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റാണ്. ഇതിൽ തന്നെ അലക്കിയിട്ടും ഒക്കെ വരാറുണ്ട്. ആ പാടത്തിൻ്റെ ബാക്കി നോക്കിയോളൂ. ഞങ്ങൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നൊക്കെ വെച്ചിരിക്കണേന്നുള്ളത് അറിയില്ല. പക്ഷേ ഈ സ്റ്റെപ്പിൽ നിന്നൊക്കെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. ഫാമിലിയായിട്ടൊക്കെ വന്നിരുന്നൊക്കെ ആൺപിള്ളേരൊക്കെ ആയിട്ട് വന്നിട്ട് എടുക്കാറുണ്ട്. ശരിക്കും വില്ലേജ് ലൈഫ് തന്നെയാണ്. നമുക്കത് കാണാൻ പറ്റും. ഇവിടെ ആ കൊയ്ത്ത് കഴിഞ്ഞ് എല്ലാ നെല്ലും നല്ല അടിപൊളിയായിട്ട് ഉണക്കിയിട്ടുണ്ട്. കാണുക എന്ത് വൃത്തിക്കാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. അതിന് തന്നെ ഇവിടെ ഇങ്ങനെ വലിയൊരു ദളം ഇങ്ങനെ ഉണ്ടാവും. തറ ഇങ്ങനെ സിമെൻ്റ് ഇട്ട് ഓരോ സ്ഥലത്തും ഓരോ വീടുകളിലായാലും ഉണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണക്കാനായിട്ട് സ്ഥലം വേണമല്ലോ. അതിന് വേണ്ടി തന്നെ പാടം കൃഷിയുള്ളവർ അത് ചെയ്യും. അപ്പുറത്ത് നല്ല അരിനെല്ലിക്കയുടെയൊക്കെ മരമാണ് ആ കാണുന്നത്. ഞാൻ ഇതിൻ്റെയൊക്കെ അച്ചാറും റൈസും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. എനിക്കത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും. അത് എൻ്റെ ഒരു നല്ലതായിട്ടുള്ള ചെയ്യുന്ന ഇതിൻ്റെ നല്ലതായിട്ട് വരാറുണ്ട്. അത് ചെയ്യുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം മോക്കതിൻ്റെ അച്ചാറിട്ട് കുറച്ച് കൊടുക്കാറുണ്ട്. അത് ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാം. നിങ്ങളും അതൊക്കെ ചെയ്യാം കേട്ടോ. നമ്മൾ കേരളത്തിൻ്റെ രീതിയിൽ നിന്ന് ഇത്തിരി ചെറിയ വ്യത്യാസമുള്ളതാണ്. നമ്മളതൊക്കെ നല്ലതായിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. സന്തോഷമാണ്. ആരെങ്കിലുമൊക്കെ കഴിക്കണ കാണുമ്പോൾ ഉള്ള സന്തോഷത്തിൽ നമ്മളിതൊക്കെ ഇഷ്ടമായിട്ട് ചെയ്യും. അത് നന്നായിട്ട് വരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ബാക്കിയും കാണാം. ഞാൻ ഇനിയും ഇവിടുത്തെ കുറച്ച് ഇതൊക്കെ കാണിച്ചു തരാം. ഇത് കണ്ട ഫ്രണ്ട്സ്, ഇത് നമ്മളിവിടെ ഇവിടെ അമരപ്പയറിന് തന്നെ ഇവർ കോഴിയമരം എന്നാണ് പറയണത്. കുറച്ച് ചുമന്നൊക്കെ വരാറുണ്ട് കേട്ടോ. അതിൻ്റെ പൂക്കൾ എന്ത് ഭംഗിയായിട്ടിരിക്കണ കണ്ട.
നല്ല രസമല്ലേ? നല്ല ഇതായിട്ടിരിക്കും. ഗാർഡൻ ഫ്രഷാണ്. അപ്പം ഞാനിവിടെ നിന്ന് വാങ്ങിക്കാൻ വരാമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ വന്നില്ല. അപ്പോൾ വന്നപ്പോൾ തന്നെ അവർ ചോദിക്കുന്നുണ്ട്, ചേച്ചി വരാം. ഞാൻ എറണാകുളത്ത് പോകുമ്പോൾ എല്ലാം ഒന്ന് മേടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ കുറച്ച് തേങ്ങയും വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് നന്നായിട്ട് ഫ്രഷായിട്ട് എല്ലാം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താ ഇപ്പോൾ ഇപ്പുറത്തും ഒരു എണ്ണം നിൽക്കുന്നുണ്ട്, അവിടെയും ഒന്നുണ്ട്. ഇതും ഒരു അമരപ്പയറിൻ്റെ തന്നെയാണ്. നല്ല വിളവിന് നിറഞ്ഞ് കിടക്കുന്ന നല്ല ഒരു പ്രതീക്ഷയോടുകൂടി നിൽക്കുന്നതാണ്. ഇത്രയും പാട് കഴിച്ചിട്ടാണ് നമുക്ക് അന്നം കിട്ടുന്നത്. അതുകൊണ്ട് ആരും നമ്മളുടെ ചോറൊന്നും പാഴാക്കരുത്. മക്കളോടൊക്കെ പറഞ്ഞ് തന്നെ വളർത്തുക. നമുക്കെന്നും ഒരു ദൈവീകമായിട്ട് തന്നെയാണ് നമ്മൾ ഈ നെല്ലും ചോറും ഒക്കെ കാണേണ്ടത്. ഇവിടെ ഇവരുടെ റൈസ് മില്ലോട് കൂടിയാണ് ഉള്ളത്. അതുകൊണ്ടാണ് അത്രയും പാടം അവിടെ കുറച്ച് ഉണക്കാനും ഇട്ടിരിക്കുന്നതുമെല്ലാം. അവർക്ക് ഇവിടുത്തെ ഇവർ ഇവിടെ തന്നെ എല്ലാം വൃത്തിയാക്കി എടുത്ത് നമ്മളെ ജീര റൈസാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതാണ് ഇവിടുത്തെ കൃഷി കേട്ടോ. ഇപ്പോൾ ഇവിടങ്ങളിൽ കൂടുതലും ബിരിയാണി റൈസ് തന്നെയാണ് ചെയ്യുന്നത്. അതിന് നല്ല വിലയുണ്ട്. അത് കാരണം താങ്ക് യു ഫ്രണ്ട്സ്, വാച്ച് ചെയ്തതിന്. ഇനിയും നിങ്ങൾ ഇതൊക്കെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനിയും ഇതിൻ്റെ പിന്നാലെ ഇതുപോലത്തുള്ള അതിമനോഹരമായ കാഴ്ചകളൊക്കെ ഇടാം. താങ്ക് യു ഫോർ വാച്ചിങ്.